നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇറാന് 3 ദിവസം കൂടി സമയമെന്നുള്ളതാണ്. ഇതിനു മുൻപും ട്രംപിന്റെ ഇത്തരം നിരവധി മുന്നറിയിപ്പുകൾ, ഭീഷണികൾ ഇറാനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ, അമേരിക്കയുമായി കരാറിലെത്തി ഇറാന്റെ എണ്ണ പൈപ്പുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനിടയിൽ ചർച്ചയ്ക്ക് നിൽക്കാതെ ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങി. തന്റെ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് വിടുന്നില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഹോർമുസിൽ അതിശക്തമായ ഉപരോധം തുടരുന്നു. 200ഓളം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ലോകമെമ്പാടും എണ്ണവിലയിൽ വലിയ വർധനവ് സംഭവിക്കുന്നു. അങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ചെയ്തി ലോകരാജ്യങ്ങൾക്കെല്ലാം വിനാശകരമായിട്ട് 60-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ഇറാന് 3 ദിവസത്തെ സമയമെന്ന് ട്രംപ്. US-ഉമായി ഡീലിന് തയ്യാറായില്ലെങ്കിൽ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന യുദ്ധതന്ത്ര പ്രതിനിധികളെ മടക്കി വിളിച്ചു. ഇനി ചർച്ച വേണമെങ്കിൽ ഇറാൻ തീരുമാനിക്കട്ടെ എന്നും ട്രംപ്. ചർച്ച ഉപേക്ഷിച്ച ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാൻ വിട്ടു. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നു. ഉപാധികൾ മുന്നോട്ട് വെച്ച ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല. ഹോർമുസ് പാതയിൽ കപ്പലുകൾ കടന്നുപോകാൻ പണം ഈടാക്കും. വെടിനിർത്തൽ കരാറിനിടയിലും ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. വീടുപേക്ഷിച്ച് പലായനം ചെയ്തു ഗ്രാമീണർ. മേഖലയിൽ ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങൾ. അമേരിക്കയിലെ വെടിവെപ്പിൽ അന്വേഷണം തുടരുന്നു. ട്രംപിനൊപ്പം അക്രമിയുടെ ലക്ഷ്യം ഉന്നത ഉദ്യോഗസ്ഥരും. അന്വേഷണവുമായി പ്രതി കോൾ തോമസ് അലൻ സഹകരിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ. ആക്രമണത്തിനിരയാകുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് ട്രംപ്. അമേരിക്കയിലെ വെടിവെപ്പിനിടെ മദ്യം ബാഗിലാക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനം. അമേരിക്കൻ പ്രസ് കോറിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയെന്ന ഒരു വിഭാഗം. സുരക്ഷാ ഭീഷണി ഉണ്ടായ നിമിഷങ്ങളിൽ മദ്യം മോഷ്ടിക്കുന്ന തിരക്കിലായിരുന്നുവെന്ന് കളിയാക്കൽ. വെടിവെപ്പിനെ പരിഹസിച്ച് ആനിമേഷൻ വീഡിയോ പുറത്തിറക്കി ഇറാൻ. മുസ്തഫ ഖമനേയി ജീവനോടെ ഇല്ലേ? US ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രത്തിൽ മുസ്തഫയും. അനാവരണ ചടങ്ങിൽ പങ്കെടുത്ത IRGC ഉദ്യോഗസ്ഥരും. ഹോർമുസിൽ ആശങ്ക തുടരുന്നു. കുടുങ്ങിയത് 100 കണക്കിന് കപ്പലുകൾ. ബാരലിന് $107 കടന്ന് ക്രൂഡ് ഓയിൽ. ക്യാഷ് പട്ടേലും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്തേക്കോ? FBI ഡയറക്ടർ സ്ഥാനം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. സ്ഥിരമായി വിവാദങ്ങളിൽ അകപ്പെടുന്നത് തിരിച്ചടി. അമിത മദ്യപാനവും പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുമെന്ന പെരുമാറ്റവും ആരോപണം. പൂരക്കാഴ്ചകളുടെ ആവേശം തൃശൂരിൽ തുടരുന്നു. ഇന്ന് പകൽപൂരം. ആഘോഷങ്ങൾക്ക് സമാപനം ഉച്ചയ്ക്ക്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. ചൂടേറി കേരളം. ഉയർന്ന താപനില പാലക്കാട്ടും കൊല്ലത്തും. വ്യാഴാഴ്ച വരെ വേനൽ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അസാധാരണ വൈദ്യുതി പ്രതിസന്ധിയും അനുഭവിക്കുന്നു. അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം തുടരും. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. 2ാം ഘട്ടത്തിലും കനത്ത പോളിംഗ് പ്രതീക്ഷ. ഇറാന് വീണ്ടും ട്രംപിന്റെ അന്ത്യശാസനം. അതായത് 3 ദിവസം കൂടി നിങ്ങൾക്ക് സമയം നൽകാം. ഇതിനകം അമേരിക്കയുമായി വളരെ കൃത്യമായ ഒരു ഡീലിന് തയ്യാറാകണം. അനുസരിച്ചില്ലെങ്കിൽ ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാനുള്ള സമ്മർദ്ദതന്ത്രമാണ് ട്രംപിൻ്റേത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിലയിരുത്തലായി പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും
വിവിധ തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനോടൊക്കെ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നേക്കുമെന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ തുടർ ചർച്ചാ നീക്കം പൊളിഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന യുദ്ധതന്ത്ര പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ കൂടിയായ ജയേഡ് കുഷ്ണർ എന്നിവരെ ട്രംപ് മടക്കി വിളിച്ചു. യാത്ര ചെയ്ത് വെറുതെ കുറേ സമയം കളഞ്ഞു, ഞങ്ങൾക്ക് വേറെ കുറേ പണിയുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം ഇറാനിലെ ലീഡർഷിപ്പിനെ കുറ്റപ്പെടുത്തുന്ന മറ്റുമുണ്ട്. വലിയ തർക്കമുണ്ട്, ആരാണ് ലീഡർ എന്ന കാര്യത്തിൽ അറിയില്ല. ഇനി ചർച്ച വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പരാമർശം. ഇത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. അജയ്, ഇപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പൊന്നും പുതിയതല്ല. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ എത്രയോ വട്ടം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപിന് ഒരു രക്ഷയുമില്ല. കാരണം ഇറാൻ വളരെ കൃത്യമായ ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത് സമ്മതിക്കുക എന്നത് മാത്രമാണ് ട്രംപിൻ്റെ മുന്നിലുള്ള പ്രധാന പോംവഴി. പക്ഷേ അതിന് അഭിമാനം സമ്മതിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ പാകിസ്ഥാനിൽ സംഭവിച്ചത്? ഇറാൻ എന്തായാലും നിലവിൽ യുഎസുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ല. പകരം പാകിസ്ഥാന് മുന്നിൽ കുറച്ച് ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലെടുക്ക് സംബന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതായത് ഹോർമുസ് കടലെടുക്കിലുള്ള യുഎസ് ഉപരോധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചാൽ മാത്രമേ ഇറാൻ ഹോർമുസ് കടലെടുക്കിലൂടെയുള്ള ഗതാഗതം അനുവദിക്കൂ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. മറ്റൊന്ന് അവരുടെ ആണവ കരാർ സംബന്ധിച്ച് തന്നെയാണ്. അതായത് ഇറാൻ തീർച്ചയായിട്ടും ഈ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും. ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തന്നെ ഇപ്പോൾ അമേരിക്ക നിലവിൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചർച്ചകൾ അത് ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി അദ്ദേഹം റഷ്യയിൽ എത്തിയിട്ടുണ്ട്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയതായിട്ടാണ് വിവരം. അവിടെ അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ യുഎസിനെതിരെയുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം റഷ്യയിലെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നാണ് മിനാബിലെ സ്കൂളിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം. അന്ന് ഏതാണ്ട് 168 കുട്ടികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അബ്ബാസ് അറക്ചി സഞ്ചരിച്ച ഈ വിമാനത്തിൽ മിനാബ് 168 എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ സൈൻ ബോർഡോട് കൂടിയ ഒരു വിമാനത്തിലാണ് അദ്ദേഹം നിലവിൽ റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ലാൻഡ് ചെയ്തത്. ഇന്ന് തന്നെ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെ നേരിട്ട് കാണുമെന്നാണ് വിവരമുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒമാനിലെ മസ്കറ്റിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഒമാനിലുള്ള സുൽത്താനെയൊക്കെ നേരിട്ട് കണ്ടതാണ്. പിന്നീട് വീണ്ടും ഇസ്ലാമാബാദിൽ എത്തിയതിനു ശേഷമാണ് അബ്ബാസ് അറക്ചി റഷ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് ഇപ്പോൾ വ്ളാഡിമിർ പുടിനെ കണ്ടതിന് ശേഷം പ്രധാനമായിട്ടും ഇറാന്റെ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം. അതായത് ഈ അജയ്, സമാധാനപരമായ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല, അത് ഒരു പ്രധാന ഡിമാൻഡ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ പണം ഈടാക്കും, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചർച്ച കൊണ്ട് കാര്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. ഉപാധികൾ വളരെ കൃത്യമായി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചാണ് റഷ്യയിലേക്ക് കടന്നത്. റഷ്യയിലേക്ക് പ്രതിനിധികൾ പോയത്. റഷ്യൻ പ്രസിഡന്റിനെയും ഇക്കാര്യം അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ റഷ്യ ചില നീക്കങ്ങൾ നടത്തിയിരുന്നല്ലോ. വേണമെങ്കിൽ ഇറാന്റെ യുറേനിയം ഞങ്ങൾ കൈവശമാക്കാം, അങ്ങനെ ഒരു കോംപ്രമൈസിന് അമേരിക്ക തയ്യാറായാൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം, നമുക്ക് ആദ്യഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകുക, അതിനുശേഷം ഹോർമുസുമായി ബന്ധപ്പെട്ടും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ചർച്ച നടത്താം എന്നൊരു മൂന്നിന ഉപാധികളും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരമൊരു ഉപാധികൾ പാകിസ്ഥാന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയൊരു നീക്കമെന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളുടെ ഫലം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു തീരുമാനവുമാകാതെ രണ്ട് കൂട്ടരും വിട്ട് പിരിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ട്രംപിന്റെ മുന്നറിയിപ്പ് എല്ലാം ഉണ്ടായിരുന്നു, ഇറാനെ ആക്രമിക്കുമെന്നുള്ള അന്ത്യശാസനമെല്ലാം വന്നതാണ്. എന്നാൽ ഈ ആക്രമണം ആരംഭിക്കുന്നതിന് കേവലം മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ട്രംപ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അത് പിന്നീട്
നീട്ടി നൽകുകയുണ്ടായത്. ഇപ്പോൾ ഒരു ചർച്ച പുനരാരംഭിക്കും വരെ, ഇനി അടുത്തൊരു ചർച്ച പുനരാരംഭിച്ച് ഇറാൻ പുതിയ ഇന നിർദ്ദേശങ്ങൾ US മുന്നിൽ വയ്ക്കും വരെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടാകും എന്നതായിരുന്നു ട്രംപിൻ്റെ അവസാനം വന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതുവരെയായിട്ടും ഇറാൻ പുതിയ തരത്തിലുള്ള ഒരു സൂചനകളും ശുഭകരമായിട്ടുള്ള ഒരു സൂചനകളും US മുന്നിൽ വെച്ചിട്ടില്ല. ഇപ്പോഴും ഈ ചർച്ചകളോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു നിലപാട് ഇറാൻ തുടർന്നു വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ സമ്മർദ്ദത്തിലായിരിക്കുന്നത് US തന്നെയാണ്. US ഈ ചർച്ചകളോട് വലിയ തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾ നടന്നേക്കും എന്നുള്ള ഒരു തീയതി കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇത്തരമൊരു തീയതിയായിട്ട് ആദ്യം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് US-ൻ്റെതായി നിരവധി വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് വരുന്നു. JD വാൻസ് ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ അന്ന് ഇറാൻ തങ്ങളുടെ പ്രതിനിധികളെ അയക്കാൻ തയ്യാറായില്ല. ഇപ്പോഴിതാ വീണ്ടും ഇറാൻ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നു. എന്നാൽ ഇത് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് വന്നതാണെന്നുള്ള തരത്തിൽ US തെറ്റിദ്ധരിച്ച് അവരുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറിനെയും ഫ്ലൈറ്റ് കയറ്റി ഉടൻ തന്നെ ഇറാനിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ഒരു ചർച്ചകൾ ശുഭകരമാണെങ്കിൽ JD വാൻസിനെ അയക്കാമെന്നതായിരുന്നു US-ൻ്റെ നിലപാട്. പക്ഷേ ഈ പ്രതിനിധികളെ അയച്ച് പകുതി വഴിക്ക് തന്നെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. എന്തായാലും ഈ രണ്ട് ഘട്ടത്തിലാണെങ്കിലും ഇറാൻ ചർച്ചയോട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇറാൻ്റെ ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ ഇനി അടുത്ത നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകൂ എന്നതാണ് ഒരു നിലപാട്. എന്നാൽ ഇതിനിടയിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾക്കായി ഒരുക്കിയ സെറീന ഹോട്ടൽ പരിസരത്തെ നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ പിൻവലിച്ചു. റെഡ് സോൺ മേഖലയും ഒഴിവാക്കി. നേരിട്ടുള്ള ചർച്ചകൾ ഉടനെ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചോടെയാണ് ഇത്. ഏതായാലും ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ലോക്ക്ഡൗൺ സമാനമായ സുരക്ഷയിൽ പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ചർച്ച നടക്കില്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിവരം, ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായി നയതന്ത്ര ചർച്ചകൾ സജീവമാക്കി എന്നുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസ് വിദേശകാര്യമന്ത്രി എന്നിവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അബ്ബാസ് അരക്ചി അടക്കമുള്ള ആളുകൾ വിവിധ രാജ്യങ്ങൾ ഒമാനിലും പാകിസ്ഥാനിലും റഷ്യയിലുമായി ഇപ്പോൾ സന്ദർശനത്തിലാണ്. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നോ നാളെയോ സംസാരിക്കും. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടത്തുന്നുണ്ടല്ലോ അജയ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകരാജ്യങ്ങളെല്ലാം ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട് എണ്ണ ഉപഭോഗവുമായി ബന്ധപ്പെട്ട്. ഗൾഫ് മേഖലയാകെ അവരുടെ ടൂറിസവും എണ്ണ വിതരണവും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലാണ്. ഹോർമുസിൽ വിഷയങ്ങൾ അതികഠിനമായി തുടരുന്നു. അമേരിക്ക കടുംപിടുത്തം വിടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾ അവർ നേരിട്ടിടപെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ ഉപരോധം അത് മുൻപത്തേനേക്കാൾ കൂടുതൽ ശക്തമായതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻപത്തെ ഉപരോധത്തിൽ ഇറാൻ തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങളെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഗതാഗതമാണെങ്കിലും അത് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് പ്രത്യേക ടോൾ പിരിവിന് പണം നൽകണം, അതുപോലെ തന്നെ IRGCയുടെ പ്രത്യേക അനുമതി വാങ്ങണം, അതുപോലെ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്താലും മറ്റൊരു പ്രതിസന്ധി അവരെ കാത്തിരിക്കുന്നത് അമേരിക്കൻ ഉപരോധം തന്നെയാണ്. അമേരിക്കൻ കപ്പലുകളാണെങ്കിലും അമേരിക്കയുടെ അതുവഴി വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളാണെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകൾ അത് ഇറാനിയൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ചെക്കിംഗ് പോയിന്റുകളും അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലെ വില ഇന്ന് രാവിലത്തെ ഒരു സൂചിക അനുസരിച്ച് $106 പെർ ബാരൽ എന്നുള്ള കണക്കിലാണ്. എന്തായാലും ഈ ഉപരോധം അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില അത് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. ട്രംപ് തന്നെ പറയുന്നത് ചിലപ്പോൾ $200 വരെ ആകാൻ സാധ്യത
സാധ്യതയുണ്ടെന്നാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു തുകയായിട്ട് എല്ലാവരും കരുതണം എന്നതാണ് ട്രംപിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ ഒരു ഉപരോധം അത് എങ്കിലും അവസാനിപ്പിച്ച് മുൻപത്തേതുപോലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം ഇറാനോട് പങ്കുവച്ചത്. നേരത്തെ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇറാൻ ഈ ഹോർമുസ് അടച്ച സമയത്താണെങ്കിലും അതുപോലെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കൻ ഉപരോധത്തിലുള്ള പ്രതിഷേധമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോഴാണെങ്കിലും ഇന്ത്യ അടക്കം ഇറാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴാണെങ്കിലും ഈ രണ്ടാം ഘട്ട ഉപരോധം വന്നതിന് ശേഷമാണെങ്കിലും ഇന്ത്യയുടേതായിട്ടുള്ള ആശങ്കകൾ ഇറാനോട് പങ്കുവയ്ക്കുകയും അതാണ്. ഇതിനിടയിൽ ഇറാന്റെ ഒരു മറുപടി വരുന്നത് എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഹാബ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണക്കിണർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണ്. ഒരു എണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നാണ് ഞങ്ങളുടെ രീതി എന്നാണ് ഇറാന്റെ തിരിച്ചടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം ഈ ഇറാൻ അമേരിക്ക സമാധാന ശ്രമങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സമാധാന ശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ലെബനനിലെ വെടിനിർത്തൽ കരാറായിരുന്നു. അതിന് കാർമ്മികത്വം വഹിച്ചത് താനാണ് എന്ന് ട്രംപ് തുടർച്ചയായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തീമഴ പെയ്യുകയാണ് എന്നുള്ളതാണ്. ആക്രമണങ്ങളിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തലിനെ തുടർന്ന് വീടുകളിലേക്കൊക്കെ മടങ്ങിയെത്തിയ 75% വരുന്ന ഗ്രാമീണർക്ക് വീണ്ടും അവരുടെ വീടുകൾ വിട്ട് പലായനം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അതായത് പ്രധാന സ്ഥലങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ലെബനൻ എത്തിയിരിക്കുന്ന സാഹചര്യം ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിനിടയിൽ ഇസ്രായേലിലെ 2 മുൻ പ്രധാനമന്ത്രിമാർ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നെതന്യാഹു ആഭ്യന്തരമായി നേരിടുന്നുണ്ട് എങ്കിൽ പോലും ലെബനൻ വിടാത്ത ഒരു നിലപാടാണ് അജയ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. ലെബനിലുള്ള ഇസ്രായേൽ ആക്രമണം അത് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നത് നമുക്ക് കാണാനാകും. അവിടെ സൈന്യത്തിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുണ്ട്. ഇത് കാരണം വലിയ തോതിലുള്ള റെയ്ഡുകളും അതുപോലെ തന്നെ എയർ സ്ട്രൈക്കുകളും എല്ലാം തെക്കൻ ലെബനനിൽ തുടർന്നു വരികയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മാത്രം നടത്തിയ ആക്രമണത്തിൽ, അതായത് ഞായറാഴ്ച മാത്രമുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 2 കുട്ടികളടക്കം ഉൾപ്പെടുന്നു എന്നതാണ് വിവരമെന്ന് പറയുന്നത്. നേരത്തെ ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയ ഘട്ടത്തിൽ പോലും ഇസ്രായേൽ വ്യക്തമാക്കിയത് ഈ വെടിനിർത്തൽ 100% പൂർണ്ണമാകില്ല എന്നതാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തങ്ങളുടെ ഓപ്പറേഷൻസ് അത് ഇപ്പോഴും തുടരും എന്നതാണ് ഇസ്രായേൽ പറഞ്ഞു വെച്ചിരുന്നത്. ഈ ലെബനിലുള്ള ഔദ്യോഗിക സർക്കാരുമായിട്ട് ഇസ്രായേൽ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും ഓഫ്ലൈനായിട്ട് ചർച്ചകൾ നടക്കുന്നു. നേരിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നത് ഇപ്പോൾ US വെച്ചിട്ടാണ്. US-ലുള്ള വൈറ്റ് ഹൗസിൽ വെച്ച് ഇരു രാഷ്ട്രങ്ങളിലെയും അംബാസഡർമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ പലതരത്തിൽ ടെലിഫോൺ വഴിയും അല്ലാതെയും എല്ലാം ഇരു രാഷ്ട്രങ്ങളിലെ നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഇസ്രായേൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ള സേനയ്ക്ക് മേൽ ഇപ്പോൾ ഈ ലെബന്റെ നിയന്ത്രണം അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഹിസ്ബുള്ളയെ ലെബന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാലാണ് തങ്ങൾ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരം ഈ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് വടക്കൻ ഇസ്രായേലിലുള്ള പല മേഖലകളിലും തങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഈ ഹിസ്ബുള്ളയും അതുപോലെ ഇസ്രായേലും പരസ്പരം വിട്ടുവീഴ്ച നടത്താതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കാരണം ബാധിക്കപ്പെടുന്നത് തെക്കൻ ലെബനിലുള്ള ആളുകളാണ്. ഈ ലെബനിൽ നിന്ന് നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ലെബനിൽ നിന്ന് കുടിയേറിയ ആളുകളെല്ലാം തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും ലെബൻ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഇതിനിടെ ഇന്നലെയാണ് വൈറ്റ് ഹൗസിലെ മാധ്യമപ്രവർത്തകരുടെ അസോസിയേഷൻ ഒരുക്കിയ അത്താഴ വിരുന്നിനിടെ വെടിവെപ്പുണ്ടായത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിരുന്ന് നടന്ന ഹിൽട്ടൺ ഹോട്ടലിലേക്ക് അതിക്രമിച്ചു കയറിയ ആക്രമണയുടെ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപ് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്ന്
ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തോക്കുകളും കത്തികളുമായി ഹോട്ടലിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച പ്രതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഒരു സീക്രട്ട് ഏജന്റിന്, സർവീസ് ഏജന്റിന് പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം അപകടനില തരണം ചെയ്തു. കാരണം ഇദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും മറ്റും ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ പ്രതിയുടെ എന്ന് കരുതുന്ന എഴുത്തുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും പരിശോധിച്ചു. അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഇയാൾ പ്രധാനമായി ലക്ഷ്യം വെച്ചിരുന്നത് ഭരണകൂട ഉദ്യോഗസ്ഥരെ കൂടിയായിരുന്നു എന്നുള്ളതാണ്. 31-കാരനായ കോൾ തോമസ് അലനാണ് പിടിയിലായത്. ഇയാൾ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. ഇതിനിടയിൽ ഇയാൾ വീട്ടിലേക്ക് അയച്ച ഒരു സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്നത് താൻ ഇറാൻ്റെ ചാരനാണ് എങ്കിൽ പോലും തനിക്ക് സുഖമായി ഈ ഹോട്ടലിനുള്ളിലേക്ക് കടക്കാമായിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ വീക്കായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. നമുക്കറിയാം ഹോട്ടലിൽ താമസിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. എത്ര വലിയ ഭാരമേറിയ യന്ത്രത്തോക്ക് ഉപയോഗിച്ചാലും ഈ അത്താഴവിരുന്ന് നടക്കുന്ന സ്ഥലത്തേക്ക് തനിക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു എന്നും ഇയാൾ ഈ കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയായി അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഇന്നലെ ഞെട്ടി ഓടുന്നതും മെലാനിയ ട്രംപൊക്കെ വല്ലാതെ പരിഭ്രമിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് അത് വല്ലാതെ അമേരിക്കയിൽ ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്ന്, JD വാൻസിനെയാണ് ആദ്യം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്, ട്രംപിനെ അല്ല എന്നതും വലിയൊരു തമാശയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അമേരിക്കയിൽ ഈ സെക്യൂരിറ്റി ലാബ്സ് അത് ഒരു പുതിയ കാര്യമല്ല. മുൻപ് കെന്നഡിക്ക് നേരെ വധശ്രമം ഉണ്ടായ ആ ഘട്ടത്തിൽ, കെന്നഡിക്ക് നേരെ ആദ്യത്തെ ബുള്ളറ്റ് അക്രമി പായിച്ച ഘട്ടത്തിൽ ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഇത് പിന്നീട് വലിയ സെക്യൂരിറ്റി ലാബ്സാണ് ഇത് കാരണം ഉണ്ടായത് എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു വെടിവെച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ടതാണ്, അതാണ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ. പക്ഷേ കെന്നഡി വധം ഉണ്ടായപ്പോൾ ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അമേരിക്കയിൽ അത് ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴതിന് വേദിയായത് ഹിൽട്ടൺ ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിലുള്ള സെക്യൂരിറ്റി പരിശോധനകളാണെങ്കിലും ഇപ്പോൾ ട്രംപിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള വിധമാണെങ്കിലും എല്ലാം വലിയ വിമർശനങ്ങൾക്ക് പശ്ചാത്തലമാവുകയാണ്. ഈ അക്രമിയായിട്ടുള്ള ഈ തോമസ് അലൻ ഈ കയ്യിൽ ഒരു ഷോട്ട് ഗൺ, അതുപോലെ തന്നെ മറ്റൊരു ചെറിയ ഹാൻഡ് ഗൺ, അതുപോലെ കത്തികൾ, ഇവയെല്ലാമായിട്ട് ഈ ഡിന്നർ നടന്നിട്ടുള്ള ഹാളിന് നേരെ വന്നപ്പോൾ ആദ്യം ഒരു ഘട്ടത്തിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടിട്ട് കാണാത്തതുപോലെ അതുവഴി നീങ്ങുകയായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഈ ഹാളിന് തൊട്ട് മുന്നിൽ നിന്ന് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇയാളെ തടയാൻ തയ്യാറായത്. അതിനുശേഷം പുറത്ത് വെടിവെച്ച് ഉൾപ്പെടെ മുഴങ്ങുന്നു, ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് അകത്തുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇപ്പോഴൊരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ടത് US പ്രസിഡന്റിനെ അവിടെ നിന്ന് സുരക്ഷിതമാക്കുകയാണ്. പക്ഷേ ആദ്യം JD വാൻസിനെയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കവർ ചെയ്ത് അവിടെ നിന്ന് മാറ്റിയതെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത് ട്രംപിനെയും കവർ ചെയ്ത് മാറ്റി, മൂന്നാമത് മെലോണി ട്രംപിനെയും അവിടെ നിന്ന് മാറ്റി. പക്ഷേ ആദ്യം JD വാൻസിനെ മാറ്റിയ ഈ പ്രക്രിയയും വലിയ വിമർശനത്തിന് നിലവിൽ വിധേയമായിരിക്കുകയാണ്. എന്തായാലും അവിടെയുള്ള നിലവിൽ ഈ അക്രമം നടത്തിയിട്ടുള്ള ഈ തോമസ് അലന്റെ ചില കുറിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ കുറിപ്പുകളിലാണെങ്കിലും അദ്ദേഹം ഈ ഒരു ഹിൽട്ടൺ ഹോട്ടലിലുള്ള സുരക്ഷയെ വളരെയധികം വിമർശിക്കുകയാണ്. അതായത് തൻ്റെ കയ്യിൽ ഒരു വലിയ മെഷീൻ ഗണ്ണുമായി താൻ ഈ കെട്ടിടത്തിൽ വന്ന് ഇവിടെ നേരത്തെ മുറിയെടുത്ത് താമസിച്ചാൽ പോലും തനിക്ക് നേരെ ഒരു പരിശോധനയും ഉണ്ടാകില്ല. കാരണം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഡിന്നർ നടക്കുന്ന ദിവസം കെട്ടിടത്തിലേക്ക് വരുന്ന പ്രതിഷേധക്കാരെയും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും സെക്യൂരിറ്റി ID പരിശോധിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുക മാത്രമാണ്. അല്ലാതെ റൂം ചെക്ക് ചെയ്യുക, കെട്ടിടത്തിനകത്ത് പരിശോധന നടത്തുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു കടുത്ത വിമർശനമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. വിമർശനം കൂടിയുണ്ട്. ഇതിനിടയിൽ മറ്റ് ഒരു മാധ്യമപ്രവർത്തകർ കൂടി നാണക്കേടായ ഒരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നു. ഈ ഹിൽട്ടൺ ഹോട്ടലിലെ വെടിവെപ്പിനിടയിൽ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകർ വില കൂടിയ മദ്യക്കുപ്പികൾ അടിച്ചുമാറ്റുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പൂർണ്ണമായും കാണാം എന്ന് തോന്നുന്നു. ഇത് വൻതോതിൽ പ്രചരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇത് വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മദ്യക്കുപ്പികൾ, വില കൂടിയ മദ്യക്കുപ്പികളാണ്. നമുക്കറിയാം അമേരിക്കയിലെ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അത്തരം പത്രസമ്മേളനങ്ങളിലൊക്കെ വിളമ്പുന്ന വലിയ വില കൂടിയ വിദേശ മദ്യക്കുപ്പികളുണ്ട്. ഇവയൊക്കെ അടിച്ചു മാറ്റുന്ന മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ വലിയ വൈറലായി. നേരത്തെ നമുക്ക് ഈ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷനാണ് ഔദ്യോഗിക വിരുന്ന് സംഘടിപ്പിച്ചത്. വെടിവെപ്പ് നടന്ന ഉടനെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ പ്രസിഡന്റിനെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയതിനിടയിലാണ് ഈ മാധ്യമപ്രവർത്തകർ ഈ മദ്യക്കുപ്പികൾ കൈക്കലാക്കുന്ന വീഡിയോ പുറത്തു വന്നത്.
വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ ഈ സംഭവത്തിനെതിരെ അമേരിക്കയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വലിയ ദുരന്തമുഖത്ത് പ്രത്യേക ചുമതലയുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവൃത്തി ലോകത്തിന് മുന്നിൽ അമേരിക്കൻ പ്രസ് കോറിൻ്റെ സൽപ്പേരിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരു വിമർശനമായി വന്നിരിക്കുന്നത്. ഇത് മാധ്യമ സംഘടനകളിൽ നിന്നും വലിയ വിമർശനം ഉയരുന്നു. ഇവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ സുരക്ഷാ ഭീഷണി ഉണ്ടായ നിമിഷങ്ങളിൽ മദ്യം മോഷ്ടിക്കുന്ന തിരക്കിലായിരുന്നു എന്നും ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഇങ്ങനെ മീഡിയ റോട്ട് എന്നാണ് ഈ പ്രവൃത്തിയെ, മാധ്യമപ്രവർത്തകരുടെ ഈ പ്രവൃത്തിയെ ചിലർ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ, മദ്യക്കുപ്പികൾ മോഷ്ടിക്കാനുള്ള തിരക്കിൽ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ ട്രംപിനെതിരെയും പരിഹാസമൊക്കെ ഉയരുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, ഓടുന്നതിനിടയിൽ വീഴാൻ പോകുന്ന ട്രംപ്, മുട്ടിലിഴയുന്ന മെലാനിയ, അങ്ങനെ നിരവധി ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാസം പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു ആനിമേഷൻ വീഡിയോ. അതിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് വൈറലാവുകയാണ്. കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള ഈ ആനിമേഷനിലൂടെ ട്രംപിൻ്റെ നേതൃത്വത്തെയും സുരക്ഷാ വീഴ്ചകളെയും പരിഹസിക്കുകയാണ് ഇറാൻ. ട്രംപിൻ്റെ റേറ്റിംഗ് ഇടിയുമ്പോൾ ശ്രദ്ധ തിരിക്കാനായി അദ്ദേഹം നടത്തുന്ന നാടകമാണ് ഈ സംഭവമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നായി പറയുന്നത്, വലിയ സുരക്ഷാ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചിരിക്കുന്നു. പൊതുവേദിയിൽ ഇദ്ദേഹം കരുത്തനാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ഇദ്ദേഹത്തെ നോക്കി ആളുകൾ ചിരിക്കുകയാണെന്നും മറ്റുമാണ് ഈ കാർട്ടൂൺ വീഡിയോയിലൂടെ ഇറാനിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇറാൻ അനുകൂലികളായ എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഗ്രൂപ്പാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് ഈ മാസം ആദ്യം ഈ ഗ്രൂപ്പിനെ യൂട്യൂബ് നിരോധിക്കാൻ പറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇവർ വീണ്ടും ട്രംപിനെ പരിഹസിക്കുന്നതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അമേരിക്കയിലെ സുരക്ഷാ വീഴ്ച അടക്കം ചൂണ്ടിക്കാട്ടി പരിഹാസ രൂപേണയാണ് ഇക്കാര്യത്തെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മൊസ്തഫ ഖമനേയി ജീവനോടെ ഉണ്ടോ എന്ന ചർച്ച കുറേ നാളുകളായി യുദ്ധം ആരംഭിച്ച സമയം മുതൽ ലോകത്തിന് മുന്നിലുണ്ട്. മൊസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന കാര്യം ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. മൊസ്തഫ റഷ്യയിൽ ചികിത്സയിലാണ് എന്ന വിവരങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഒരു ചിത്രം അത് വല്ലാതെ പരക്കുകയാണ്. മറ്റൊന്നുമല്ല, വടക്കുകിഴക്കൻ ഇറാനിലെ മഷ്ഹാദിൽ പുതുതായി അനാവരണം ചെയ്യപ്പെട്ട US ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മൊസ്തഫയുടെ ചിത്രം കൂടി ഉൾപ്പെട്ടതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ അനാവരണ ചടങ്ങിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ യുദ്ധം ആരംഭിച്ച മുതൽ അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മൊസ്തഫയ്ക്കും കാര്യമായി പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അജയ് സുധാ ബിജു, ഈ മൊസ്തഫ എവിടെ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ്. ചില സന്ദേശങ്ങൾ മാത്രമാണ്, എഴുതി തയ്യാറാക്കിയ സന്ദേശങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളിലൂടെ മൊസ്തഫയെ കാണുക എന്നുള്ളത് അസാധ്യമാണ്. ഇതിനിടയിലാണ് IRGC കൂടി പങ്കെടുത്ത, ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി മൊസ്തഫയുടെ പടം ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ ചില പുതിയ കാര്യങ്ങൾ ഉണ്ടല്ലോ അജയ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇറാനിൽ IRGC ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് മൊസ്തഫയെ രക്തസാക്ഷികളുടെ ഇടയിൽ മൊസ്തഫയുടെ ചിത്രം കൂടി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഇറാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മൊസ്തഫ കൊല്ലപ്പെട്ടോ എന്ന വിഷയം ലോകരാജ്യങ്ങളിലെമ്പാടും ചർച്ച നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൊസ്തഫയുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങളോ പ്രഭാഷണങ്ങളോ സംഭാഷണങ്ങളോ ഒന്നും കഴിഞ്ഞ 10-60 ദിവസമായി പുറത്തേക്ക് വരുന്നില്ല. അതിഗുരുതരമായി പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ മൊസ്തഫ ചികിത്സയിലാണ് എന്ന് മാത്രമാണ് പുറത്തു നൽകുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഇറാന്റെ ഈ പരമോന്നത നേതാവും കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അജയ്, കേൾക്കാമെങ്കിൽ? ഇത്തരത്തിലൊരു ഈ ചിത്രം പുറത്തു വന്നതിനെ പറ്റി ഇറാൻ പുതിയ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇത് പ്രത്യേകിച്ചൊരു ടെക്നിക്കൽ പിഴവാകാനാണ് സാധ്യത എന്നതാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. കാര്യം ഈ മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നുള്ള നിരവധി നിർദ്ദേശങ്ങളെന്നോണം ഇതിനു മുൻപേ ചാനലുകൾ വഴി പല സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും ഇറാൻ പുറത്തുവിട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഇറാൻ്റെ നിലവിലുള്ള നിലപാടുകളിലെ പല മാറ്റങ്ങളും മുജ്തബ ഖമനയുടെ സ്വാധീനം കാരണമാണ് എന്നതാണ് പല വിദഗ്ധരും സൂചിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് IRGC
ഉൾപ്പെടെ ഭരണത്തിൽ പ്രത്യേക നിയന്ത്രണം കൊടുത്തുകൊണ്ടുള്ള ഈ തീരുമാനമെല്ലാം അത് മുജിതബയുടെ നിർദ്ദേശം കാരണമാകാം. പ്രത്യേകിച്ച് മുജിതബ മുൻപ് IRGCയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ഇതിനു മുൻപേ ഇറാഖ് യുദ്ധം നടന്ന സമയത്തെല്ലാം IRGCയെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ IRGCക്ക് നിലവിൽ ഭരണത്തിൽ വന്നിട്ടുള്ള ഒരു സ്വാധീനം അത് മുജിതബയുടെ നിർദ്ദേശം കാരണമാണ് എന്നുള്ള ഒരു അഭ്യൂഹങ്ങളാണുള്ളത്. മാത്രമല്ല ഈ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു അഭിപ്രായ ഭിന്നതകളടക്കം അത് IRGCക്ക് ഒരു സ്വാധീനം ലഭിച്ചത് കാരണമാണ് എന്നതാണ് നിലവിൽ പരക്കെയുള്ള ഒരു ആക്ഷേപം. അത് കാരണം മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും തന്നെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ പല തീവ്ര നിലപാടുകാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്പീക്കറായിട്ടുള്ള ഇപ്പോൾ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് ആണെങ്കിലും അതുപോലെ മറ്റ് നേതാക്കളാണെങ്കിലും അവർ IRGCക്ക് ഒപ്പം നിൽക്കുമ്പോൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ പോലെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയെ പോലെയുള്ള നേതാക്കൾ മറ്റൊരു വശം നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു മുജിതബയുടെ സ്വാധീനം കാരണമാണ് എന്നതാണ് ഒരു പരക്കെയുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ ചിത്രം പുറത്തു വന്നതിൽ എന്തായാലും ഇറാൻ വിശദീകരണം നൽകിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു എന്നതാണ് വിവരം. അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതും അതുപോലെ തന്നെ നേരിട്ടുള്ള വീഡിയോ സന്ദേശങ്ങളൊന്നും പുറത്തു വരാത്തതും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ US ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും മുജതബ കൊല്ലപ്പെട്ടു എന്നുള്ള യാതൊരു കുറിപ്പോ അല്ലെങ്കിൽ അവർ പോലും അത് സ്ഥിരീകരിക്കുന്നില്ല. സാധാരണ ഇത്തരം എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ഇസ്രായേലെങ്കിലും അത് വെളിപ്പെടുത്തുന്നതാണ്, സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ എതിരാളികളുടെ ഭാഗത്തു നിന്ന് പോലും മുജിതബ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊന്നും വരാത്തതാണ് നിലവിൽ ഈ മുജിതബ ജീവനോടെ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു വലിയ കണക്ക് പുറത്തു വരുന്നത് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ പേർഷ്യൻ ഗൾഫിലെ US സൈനിക താവളങ്ങൾക്കും ഉപകരണങ്ങൾക്കും വൻ കേടുപാടുകൾ ഏറ്റതോടുകൂടി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. നേരത്തെ വിലയിരുത്തിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് പരിഹരിക്കാൻ ഇനിയും കോടിക്കണക്കിന് ഡോളറുകൾ വേണ്ടിവരും എന്നാണ് US ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണങ്ങളിൽ US താവളങ്ങൾ കനത്ത നാശമുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്കും ഉപകരണങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണങ്ങളിൽ സംഭവിച്ച നഷ്ടം അത് കണക്കാക്കി വരികയാണ് അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇറാൻ ലക്ഷ്യം വെച്ചത് ഇത്തരം വിവിധ രാജ്യങ്ങളിലെ ഏതാണ്ട് 8ഓളം രാജ്യങ്ങളിലെ വിവിധ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചു. കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ, കൂടാതെ റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, ചില വിമാനങ്ങൾ എന്നിവയ്ക്കും നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. US-ന്റെ അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നായിരുന്നു ഇറാന്റെ പല യുദ്ധവിമാനങ്ങളും ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒന്നുള്ളത്. ഇതും തടയാൻ പലപ്പോഴും അമേരിക്ക കഴിഞ്ഞിരുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൊതുജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ആക്രമണങ്ങൾ മാറി എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നായി. ഏറ്റവും ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുക, വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇറാൻ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷേ അമേരിക്ക വിചാരിക്കുന്നതിനപ്പുറമുള്ള വലിയ പ്രശ്നങ്ങൾ അവർക്ക് സംഭവിച്ചു എന്നുള്ളത് നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, കൂടുതൽ ബജറ്റ്, കൂടുതൽ പണം അമേരിക്കൻ പെൻറ്റഗൺ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം കൂടി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ഖജനാവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. $200 ബില്യൺ US കോൺഗ്രസിൽ നിന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ സൈനിക നടപടികൾക്കായി US $11 ബില്യൺ ചെലവഴിച്ചു എന്നുള്ള കണക്കും ഇതിനിടയിൽ പുറത്തു വന്നു. ഇറാൻ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കാത്ത സ്വന്തം സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെ US നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ ശീതയുദ്ധകാലത്ത് US നേതൃത്വത്തിൽ കെട്ടിപ്പടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കൂട്ടായ്മയായ നാറ്റോയിൽ ഇതോടുകൂടി വിള്ളൽ വരാനുള്ള സാധ്യതകളും ഏറുകയാണ്. ബ്രിട്ടനും സ്പെയിനുമെതിരെയാണ് പ്രധാനമായും ഇപ്പോൾ US ലക്ഷ്യം വെക്കുന്നത്. ബ്രിട്ടൻ തങ്ങളുടെ സൈനിക താവളങ്ങളെ ഈ ആക്രമണത്തിന് ഉപയോഗപ്പെടുത്താൻ സമ്മതിച്ചിരുന്നില്ല. സമാനമായി സ്പെയിനും നിലപാട് സ്വീകരിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത് രണ്ടും US-നെ ട്രംപിനെ ചൊടിപ്പിച്ച പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പെൻറ്റഗണിലെ ചില സന്ദേശങ്ങളെയൊക്കെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ആദ്യത്തെ നടപടി ബ്രിട്ടന് സ്വാധീനമുള്ള ഫോക്ലാൻഡ് ദ്വീപുകളിൽ
ബ്രിട്ടന്റെ പരമാധികാരത്തിന് US നൽകിയ പിന്തുണ പിൻവലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി US കണക്കാക്കുന്നു എന്നതാണ്. ഒപ്പം നേറ്റോയിൽ നിന്ന് സ്പെയിനിനെ സസ്പെൻഡ് ചെയ്യുക എന്ന നടപടിയിലേക്കും US കടന്നേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനോട് ബ്രിട്ടൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ദ്വീപിന്റെ നിയന്ത്രണം കൂടുതലും തങ്ങളിലാണ്, അതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, മറ്റ് നടപടികളെ ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലിന് FBI ഡയറക്ടർ സ്ഥാനം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. പ്രതിച്ഛായ മോശമായതോടെയാണ് US പ്രസിഡന്റ് ട്രംപിന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് കാഷ് പട്ടേൽ പിന്തള്ളപ്പെടുന്നത്. കാഷ് പട്ടേലുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ട്രംപ് ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇടയിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, മദ്യപാനം അതായത് US ഹോക്കി ടീം അംഗങ്ങൾക്കൊപ്പം ബിയർ കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. മറ്റൊന്ന്, ഈ സ്ഥിരമായി പല വാർത്തകളും പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമൊക്കെ കാഷ് പട്ടേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഈ ഇറ്റലിയിൽ നടന്ന വിൻ്റർ ഒളിമ്പിക്സിലാണ് US പുരുഷ ഹോക്കി ടീമിനൊപ്പം കാഷ് പട്ടേൽ ബിയർ കുടിക്കുന്നതും മേശയിൽ അടിച്ച് ആഘോഷിക്കുന്നതിനൊക്കെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചത്. അതിനിടയിൽ ട്രംപ് പിന്നീട് കാഷ് പട്ടേലിനെ വിളിച്ച് അനിഷ്ടമറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈകാര്യം ചെയ്തതിൽ പോലും കാഷ് പട്ടേലിന് ചില വിമർശനങ്ങളും വീഴ്ചകളും ഒക്കെ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നപ്പോഴാണ് ഇത്തരത്തിൽ പദവി നഷ്ടം കാഷ് പട്ടേലിന് സംഭവിക്കും എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാലിയിൽ സൈനിക ഭരണകൂടത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിരോധ മന്ത്രി സാദിയോ ക്യാമറ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഗൗരവതരമായ വാർത്തയായി മാറുകയാണ്. തലസ്ഥാനമായ ബമാക്കോയ്ക്ക് സമീപമുള്ള കിറ്റയിലെ സാദിയോ ക്യാമറയുടെ വീടിന് നേരെ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയും 2 പേരക്കുട്ടികളും മരിച്ചതായി കുടുംബാംഗങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. സൈന്യം അധികാരം പിടിച്ചെടുത്തതിന് ശേഷം മാലി നേരിടുന്ന ഏറ്റവും വലിയൊരു സുരക്ഷാ വെല്ലുവിളിയായി ഇത് മാറുകയാണ്. മാലിയിലെ വിമതരും ചില ഭീകര സംഘടനകളും സഖ്യമായി ചേർന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വടക്കൻ നഗരങ്ങളിൽ ചില നഗരങ്ങൾ ഈ വിമതർ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും മാലി ഇത്തരം ആക്രമണങ്ങളെ തടുക്കുന്നതും മറ്റും. പക്ഷേ ഇപ്പോൾ അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. തലസ്ഥാനമായ ബമാക്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് ജീവിക്കുന്നത് എന്നറിയുന്നു. വിമാനത്താവളത്തിന് സമീപമുള്ള ചില സൈനിക താവളങ്ങളിലും സുരക്ഷാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. ഈ താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ഏതായാലും വലിയ ആശങ്കയിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഹോർമുസ് ആശങ്കയായി തുടരുന്ന പശ്ചാത്തലമുണ്ട്. 100 കണക്കിന് കപ്പലുകൾ ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഹോർമുസിലൂടെ ഏതാണ്ട് 200ഓളം കപ്പലുകൾ, 135ഓളം കപ്പലുകൾ പ്രതിദിനം കടന്നു പോയിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയും ഒപ്പം ഇറാനും ഇവിടെ ഉപരോധം കടുപ്പിച്ചതോടെ ആശങ്ക ഗൗരവതരമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇവിടെ ഈ 200ഓളം കപ്പലുകളിലായി 20,000ഓളം ജീവനക്കാർ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിനിടയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വല്ലാതെ വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ $107 ബാരലിന് 107 കടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം ബ്രന്റ് ക്രൂഡിൻ്റെയും വിലയിൽ വർധനവുണ്ടാകുന്നതൊക്കെ ആഗോളതലത്തിലാണ് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. പണപ്പെരുപ്പം എന്നുള്ള ഒരു ഭീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചർച്ചകളെങ്ങും എത്തുന്നില്ല. ഇതിനിടയിലാണ് ഇത്തരം ലോകരാജ്യങ്ങളെ എമ്പാടും ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഭക്ഷണ സംസ്കാരത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കത്തിലാണ് BJPയും മമതാ ബാനർജിയും. BJP അധികാരത്തിൽ വന്നാൽ സസ്യാഹാരം മാത്രമായിരിക്കും ബംഗാളിൽ ഉണ്ടാവുക എന്ന പ്രചരണമാണ് മമത നടത്തുന്നത്. മാംസാഹാരം, മീൻ, മാംസം, മുട്ട എന്നിവയെല്ലാം നിരോധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് ബദലായി BJP നേതാക്കൾ പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സസ്യേതരാഹാരം പ്രസാദം സമർപ്പിക്കുന്നതിൽ പേരുകേട്ട, അതായത് മീൻ പ്രധാനപ്പെട്ട പ്രസാദമായ താന്തനിയ കാളിബാരി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി. വടക്കൻ കൊൽക്കത്തയിൽ റോഡ് ഷോ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയത്. ഇത് BJPയുടെ വളരെ പ്രധാനപ്പെട്ട പ്രചരണത്തിൻ്റെ മുനയൊടിക്കാനുള്ള ഒരു കാര്യമായി മാറി.
അതായത് ഉത്സവവേളകളിൽ മത്സ്യമാംസ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു BJPയുടെ ഭാഗത്തുനിന്ന്. അത് കാട്ടിയാണ് മമതാ ബാനർജി ഇത്തരം ചില പ്രചരണങ്ങൾ നടത്തുകയും മറ്റും ചെയ്ത്. ഇതിനെതിരെ BJPയുടെ നേതാക്കൾ പരസ്യമായി മാച്ച് ഭാട്ട്, അതായത് മീൻ ചോറ് കഴിച്ച് ഇതിനെ പ്രതിരോധിക്കാനും മറ്റും ശ്രമിച്ചിരുന്നു. ഇത് കൂടാതെ താൻ BJPയിലാണെങ്കിലും മാംസാഹാരം കഴിക്കുന്ന വ്യക്തിയാണെന്ന് നാഗാലാൻഡ് മന്ത്രി തെംജേൻ ഇംന അലോങ് തൻ്റെ പ്രചരണ യോഗങ്ങളിൽ ഉടനീളം പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ക്ഷേത്രത്തിൽ മോദി എത്തി പൂജ നടത്തുകയും ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തത്. ഇടവേള. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയണ്ടേ? വിളിക്കൂ ന്യൂസ് 18 പൊതുവേദിയിലേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാടു കേൾക്കട്ടെ. ഒരു രാവിനും പകലിനും ഇടയിലെ നേരം, അത് ചിലർക്ക് കൂടണയലിന്റെ ആശ്വാസ നേരമാകാം. മറ്റു ചിലർക്ക് ഒടുങ്ങാത്ത തിരക്കുകളുടെ ഉദയ നേരമാകാം. ഉദയാസ്തമയങ്ങളില്ലാത്ത വാർത്തകളുടെ കടൽ തീരത്ത് നേരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടി. മീത്തലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിലാണ് വിഷപ്പാമ്പിനെ ആദ്യം കണ്ടത്. വെള്ളിക്കട്ട ഇനത്തിലുള്ള പാമ്പുകളെയാണ് പിടിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ പാമ്പുകളെ കാണാം. വലിയ അപകടത്തിൽ നിന്നാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാമ്പ് കടിച്ചുള്ള മരണങ്ങൾ സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ പാമ്പുകൾ വീടിനുള്ളിൽ കണ്ടെത്തിയത് എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിനെ ആദ്യം കണ്ടെത്തിയത്? കുട്ടികൾ കിടന്നുറങ്ങുന്ന കട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ സംഗതിയുടെ ഗൗരവമേറുകയാണ്. തീർച്ചയായും അങ്ങേയറ്റം ഗൗരവതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുറ്റ്യാടിയിലെ മീത്തല കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നും 5 പാമ്പുകളെയാണ് ഇന്നലെ ഒറ്റ ദിവസം മാത്രം കണ്ടെത്തിയത്. കുട്ടികൾ കിടന്നുറങ്ങുന്ന കിടക്കയുടെ സമീപത്തുള്ള തലയണോട് ചേർന്നാണ് ഈ പാമ്പിനെ കണ്ടത്. കുട്ടികളുടെ അമ്മ ഈ കുട്ടികളെ വിളിക്കാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഈ കാണുകയും ചെയ്ത. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവരെ അവിടുന്ന് മാറ്റുകയും ആ പാമ്പിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് പലയിടങ്ങളിൽ നിന്നായി ഈ ശുചിമുറിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയായി 5 പാമ്പുകളെ കൂടി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം അപകട ഭീതി ഉയർത്തുന്ന ഒരു പാമ്പ് കൂടി ഈ വെള്ളിക്കട്ടൻ അഥവാ ശംഖുവരൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പാമ്പ് തന്നെയാണ്. തൃശ്ശൂർ കോടാലിയിൽ അമ്മയ്ക്കും അച്ഛനും ഒപ്പം കിടന്നിറങ്ങുമ്പോൾ 8 വയസ്സുകാരനെ കടിച്ചതും ഈ വെള്ളിക്കട്ടൻ തന്നെയായിരുന്നു. വെള്ളിക്കട്ടൻ കടിച്ചാൽ പലപ്പോഴും ശരീരത്തിൽ അതിന്റെ പാടുകളൊന്നും പെട്ടെന്ന് ദൃശ്യമാവാത്തതാണ് ഇതിന്റെ ഒരു അപകടത്തെ കുറിച്ച് ആദ്യം തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ശരീരത്തിലേക്ക് ഈ വിഷം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതകൾ എത്തുമ്പോഴാണ് പലപ്പോഴും ഈ പാമ്പ് കടിച്ചതായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം സംജാതമാകുന്നതെന്നാണ് ഇത് സംബന്ധിച്ച വിദഗ്ധർ പറയുന്നത്. ഒപ്പം നിരവധി കുഞ്ഞുങ്ങൾ ഈ പാമ്പുകൾക്ക് മുട്ടവിരിഞ്ഞുണ്ടാവും. അവ വീടിന്റെ പല ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടിനോട് ചേർന്ന ഇടങ്ങളിലാണ് ഇവയുള്ളതെങ്കിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടി ഏറ്റവും തണുപ്പുള്ള ഇടങ്ങളിലേക്ക് ഇവ മാറ്റും. ചുമരിലൂടെയും മറ്റുമൊക്കെ ഈ പാമ്പുകൾ കയറുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും ഈ വെള്ളിക്കട്ടൻ കടിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തു നിന്നും ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വലിയ ഒരു ആപത്താണ് ഒരുപക്ഷെ ഈ കുറ്റ്യാടിയിലെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. 5 പാമ്പുകൾ പിന്നീട് അവിടെ കണ്ടെത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്നും കുടുംബത്തെ പൂർണ്ണമായും ഇപ്പോൾ മാറ്റിയിരുന്നു. കുട്ടികളെ ബന്ധുവീട്ടിലേക്കും അവർ ഇപ്പൊ നിലവിലുള്ള രമേശനും കുടുംബവും തറവാട്ടിലേക്ക് മാറുന്നു.
നാട്ടുകാരുടെ നേതൃത്വത്തിൽ വളരെ വിശദമായി നടത്തിയ തെരച്ചിലാണ് ഇത്രയധികം പാമ്പുകളെ കണ്ടെത്തിയത്. ഇനിയും കൃത്യമായ പരിശോധന നടത്തിയിട്ട് അവിടെ താമസിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് ഈ കുടുംബം എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും വീടിനുള്ളിൽ 5 പാമ്പുകളാണ് പിടികൂടിയത്. മീത്തല കാപ്പുമ്മൽ, കോഴിക്കോട് കുറ്റാടിയിലെ മീത്തല കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിലാണ് ഈ പാമ്പുകൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കുന്നൊരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിന് ശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിന് ശേഷം റൂമെല്ലാം ഒന്ന് അരിച്ച് പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. വീടിൻ്റെ അകത്ത് കോണിക്കൂടിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. അത് എല്ലാവരും നാട്ടുകാരെല്ലാവരും സഹായിച്ച് ആ കോൺക്രീറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സഹായിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഭയമാണ്. കാരണം 1 വയസ്സ് ചെറിയൊരു മോനാണ്, അതുപോലെ തന്നെ മോളും ഉണ്ട്. മോളെ ഇപ്പം തന്നെ ഞാൻ ഓളെ വീട്ടിലേക്ക് പറഞ്ഞാച്ചി. പേടി കൊണ്ട് ഞാളിനി തറവാട്ടിലേക്ക് പോകേണ്ട പരിപാടിയിലാണ്. ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ചോദിച്ചവരൊക്കെ. വേനൽ മഴ ശക്തി പ്രാപിക്കാതെ പോയതോടെ സംസ്ഥാനത്ത് പകൽ താപനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തിയത് പാലക്കാട്ടാണ്. പിന്നാലെ പത്തനംതിട്ടയുണ്ട്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴയുണ്ടാകുമെന്ന പ്രവചനവുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചൂടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. സാരംഗ് സുധാകരുണ്ട്. സാരംഗ്, ഇന്ന് മുതൽ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പുതിയ പ്രവചനം എന്തെങ്കിലും ഉണ്ടോ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പല ദിവസങ്ങളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ളൊരു സാധ്യത പറഞ്ഞെങ്കിലും കാര്യമായ രീതിയിൽ അത് വേനൽ ചൂടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നും നാളെ മുതൽ 30-ാം തീയതി വരെയും അടക്കം മഴയും ഒപ്പം നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും അടക്കം സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വേനൽ മഴ ഇത്തവണ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 2025-നേക്കാൾ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയ വേനൽ മഴ. അതുതന്നെയാണ് ഇത്തവണ ചൂട് കൂടി നിൽക്കാനുള്ള കാരണവും. വലിയ രീതിയിലുള്ള ഹ്യൂമിഡിറ്റി അടക്കം വർദ്ധിച്ചു നിൽക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. സൂര്യാഘാതം പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതമായിട്ടുള്ള മരണമടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എന്തിനായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനപ്രകാരം ഇന്നു മുതൽ 30-ാം തീയതി വരെ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ ചൂട് കുറയാൻ മാത്രമുള്ളത് ഉണ്ടാകാൻ സാധ്യതയില്ല. വേനൽ മഴയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതും നാളെ മുതൽ 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും ഒരു സാധ്യത പറയുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവിടെ ഒരു ചൂടിന് നേരിയൊരു ആശ്വാസം ഉണ്ടാകും. മറ്റുള്ള നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. നേരിട്ടുള്ള വെയിൽ കൊള്ളാൻ പാടില്ല. 11 മണി മുതൽ 3 മണി വരെ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതേപോലെ തന്നെ അതായത് പുറം ജോലികളടക്കം ചെയ്യുന്നവർ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നടക്കം വരുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ അത് ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മരണമടക്കം സംഭവിക്കാനുള്ളൊരു സാഹചര്യം. 2 ദിവസം ഉഷ്ണതരംഗ സാധ്യതയടക്കം പാലക്കാടും തൃശ്ശൂരും കൊല്ലത്തടക്കം ഉഷ്ണതരംഗ സാധ്യത അടക്കം പ്രവചിച്ച ഒരു വേനൽക്കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്ന് കഴിഞ്ഞാൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു മുൻകരുതലുകൾ ഒന്നും തന്നെ മാറ്റാൻ പാടില്ല. ഒപ്പം ചൂടിനെ പ്രതിരോധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും. ഒപ്പം നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുകയാണ്. വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ ഇപ്പോൾ KSEBക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. ചാർജ് വർധനവെന്ന വലിയ ആശങ്ക കൂടിയുണ്ട്. ലോഡ് ഷെഡിങ്ങിൻ്റെ ഭീഷണിയിൽ കൂടിയാണ് സംസ്ഥാനം. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ട്. ഇങ്ങനെ ലോഡ് ഷെഡിങ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ള ആത്മവിശ്വാസം KSEBക്കുണ്ടോ സാരംഗ്? അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അകമേ, അതായത് KSEBക്ക് അകത്ത് ഇത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം ഒട്ടും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബോർഡ് മീറ്റിങ്ങുകളിൽ അടക്കം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ലോഡ് ഷെഡിങ്, അതായത് ഓവർലോഡ് വരുന്ന സമയത്ത് കറണ്ട് കട്ട് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ലോഡാണ് ഇപ്പോൾ പീക്ക് സമയങ്ങളിൽ വരുന്നത്.
300 മെഗാവാട്ടാണ് സാധാരണ KSEBയുടെ താങ്ങാൻ കഴിയുന്ന ഒരു പരിധി എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ അത് അതിനോട് അടുത്ത് തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് 6300 കടന്ന് മുന്നിലേക്ക് പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പോവുകയാണെങ്കിൽ അത് വൈദ്യുതി സംവിധാനങ്ങളെ തന്നെ തകരാറിലാക്കുന്ന രീതിയിലേക്ക് എത്തും. അത് ഹോസ്പിറ്റലുകളും മറ്റ് അടിയന്തര സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള സേവനങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ ഒരു പ്രത്യാഘാതത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നേരിടാൻ വേണ്ടി അരമണിക്കൂർ 3/4 മണിക്കൂറും അടക്കം ചില സമയങ്ങളിൽ അതായത് പീക്ക് സമയങ്ങളിൽ വൈദ്യുതി കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലോഡ് ഷെഡിംഗ് അല്ല എന്നാണ് ഇപ്പോൾ വിശദീകരണം വരുന്നത്. എന്തിനായാലും 250 മെഗാവാട്ട് പുറമേ നിന്നും എത്തിക്കാനുള്ള ഒരു അനുമതി ഇപ്പോൾ KSEBക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അനുമതി പ്രകാരം യൂണിറ്റ് 1-ന് 10 രൂപ നിരക്ക് വരെ നൽകിക്കൊണ്ട് പുറമേ നിന്ന് വാങ്ങും. പക്ഷേ ഈ ഒരു അധിക നിരക്ക് നൽകിക്കൊണ്ട് പുറമേ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഭാരം അത് ഉപഭോക്താക്കളിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ എന്ന കാര്യത്തിലാണ് ഈ ചോദ്യം നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നിരക്ക് വർധന ഉണ്ടാകും. ഈ ഒരു ചൂടും ഒപ്പം തന്നെ ഉയർന്ന ഉപഭോഗം കാരണം ഉണ്ടാകുന്ന ഉയർന്ന വൈദ്യുതി ബില്ലും അതിനൊപ്പം തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ജനത്തിന് ഇരട്ടടിയാകുമെന്ന കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നിലവിൽ പോയിട്ടില്ല. മെയ് 5 വരെയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങാനുള്ള ഒരു കാലാവധി നൽകിയിരിക്കുന്നത്. അതിനിടയിൽ മഴയും മറ്റ് മാറ്റങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ KSEBക്ക് വലിയൊരു ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും തൃശ്ശൂർ പൂരത്തിന് ഇന്ന് സമാപനമാണ്. ശക്തന്റെ മണ്ണിൽ ഇന്ന് ഉപചാരം ചൊല്ലിപ്പിരിയും ഭഗവതിമാർ. പുലർച്ചെയുള്ള വെടിക്കെട്ടും പകൽ വെടിക്കെട്ടുമൊക്കെ ഒഴിവാക്കിയാണ് പൂരം. കുടമാറ്റത്തിന് ഇന്നലെ വലിയ തോതിൽ ജനങ്ങളുടെ സാക്ഷ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പകൽപൂരത്തിൻ്റെ സമയമാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ, പകൽപൂരത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. എത്ര മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും? രഞ്ജിത്ത്, പകൽപൂരം കൊട്ടിക്കയറുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് ശ്രീമൂലസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണികണ്ഠനാൽ പരിസരത്തും തുടങ്ങിയ പാറമേക്കാവിന്റെ എഴുന്നള്ളത്തും അതേപോലെ നായ്ക്കനാൽ പരിസരത്ത് തുടങ്ങിയ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്തും ഇപ്പോൾ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ 11 മണിയോടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രധാന ഭാഗത്ത് വടം കെട്ടി ജനങ്ങളെ മാറ്റും എന്നുള്ളതാണ്. അവിടെ ആർക്കും നിൽക്കാൻ കഴിയില്ല. ഈ ഉപചാരം ചൊല്ലുന്ന സമയത്ത് സാധാരണ നമ്മൾ കാണാറുണ്ട് ആളുകളുടെ വലിയൊരു പെരുക്കമാണ്. അവിടെ നിന്ന് എല്ലാ ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകും. അതായത് ശ്രീമൂലസ്ഥാനത്ത് ആളിന്റെ മുമ്പിൽ ആർക്കും തന്നെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ആ പൂരത്തിന്റെ ഒരു ഏറ്റവും പരമാവധി കോടിയിലേക്ക് എത്തുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. 12 മണിയോടെ ആ ചടങ്ങുകൾ ആരംഭിക്കും. 12:30യോടെ ദേവന്മാർ ഉപചാരം ചൊല്ലി പിരിയുമെന്ന് തന്നെയാണ് ഈ സമയം വരെയുമുള്ള കണക്കുകൂട്ടൽ. എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആ പകൽപൂരത്തിന് ജനബാഹുല്യം കണക്കാക്കിയതുപോലെ തന്നെ കൂടി വരികയാണ്. 12:30യോടെ പകൽപൂരത്തിന്റെ നാന്തി കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാന ചടങ്ങായിട്ടുള്ള ഉപചാരം ചൊല്ലൽ ചടങ്ങ് നടക്കും. അതിനുശേഷം ഭഗവതിമാർ അവരവരുടെ തട്ടകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. രഞ്ജിത്ത്, പകൽപൂരം കൊട്ടിക്കയറുന്നു പൂരനഗരിയിൽ എന്നുള്ളതാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.